കെവിനെ, ഏത് രീതിയിലാണെങ്കിലും ഗിരീഷേട്ടനെ പുറത്തിറക്കിയേ പറ്റൂ. എടാ, ഇതൊക്കെ സംഭവിച്ച ഞാൻ കാരണോ? അതിന്റെ ഒരു കുറ്റബോധം എനിക്കുണ്ട്. ഞാനാ ദേവിയെ കൊണ്ട് പ്ലാന്റിന് പെർമിഷൻ കൊടുപ്പിച്ചത്. അവിടുന്ന് എല്ലാം തുടങ്ങിയത്. അവിടുന്നല്ല എല്ലാം തുടങ്ങിയതേ നീ ഋഷിയെ ആക്രമിച്ചെടുത്തുന്ന, അവൻ മരിച്ചെടുത്തുന്ന. ആ കൊലപാതകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തിയതേ ബെല്ലയാ. അവളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാ പ്ലാന്റിന് വേണ്ടി ദേവികയെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. നീ പറയുന്ന കേട്ടാ നിനക്കിതിലൊരു പങ്കുമില്ലെന്ന് തോന്നുമല്ലോ. എടാ, നീ അങ്ങനൊന്നും ചിന്തിച്ച് പോവാതെ കെവിനെ. ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലാ. പാവം ഗിരീഷേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എടാ, നീ ഒന്ന് സമാധാനപ്പെട്. നിന്റെ ഗിരീഷേട്ടൻ കാണിച്ചത് മഹാവൃത്തിയേടാ. ഗവൺമെന്റ് അംഗീകാരം കൊടുത്ത സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെയാ തടയാൻ ശ്രമിച്ചത്. അതിന്റെ ഉടമയെ കൈയേറ്റവും ചെയ്തു. ഏയ് ഇല്ല, ഗിരീഷേട്ടൻ അയാളെ ആക്രമിച്ചിട്ടൊന്നുമില്ല. കെ നായർ കള്ളക്കേസ് കൊടുത്തിരിക്കുക. എന്തായാലും ശരി, ഗിരീഷേണ്ണും കൂട്ടരും കമ്പനി വളയാൻ പോയോ? ഒന്നും അല്ലെങ്കിൽ ദേവിക്ക് അനുമതി കൊടുത്ത പ്ലാന്റ് അല്ലേ? അതെങ്കിലും അയാൾ ആലോചിക്കണ്ടേ? ദേവി എങ്ങനെ അനുവാദം കൊടുത്തെന്ന് നമുക്കറിയാലോ കെവിനെ. അതുകൊണ്ട് നമുക്ക് അത് വിടാം. എങ്ങനെയെങ്കിലും ഗിരീഷേട്ടനെ പുറത്തിറക്കണം. ഗിരീഷേട്ടനെ രക്ഷിക്കാൻ ഒരാക്കേ കഴിയും. ആർക്കാണെന്നറിയോ? അറിയാം, ബെല്ലയ്ക്ക്. ഒരു കാര്യം ചെയ്യ്, നീ ഇസബെല്ലെ വിളി, കാര്യം പറ. അല്ല, ഞാൻ ബെല്ലെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഗിരീഷേട്ടനെ പുറത്തിറക്കിയെന്ന് ദേവി അറിഞ്ഞ. അത് ശരി. അവിടെ നിനക്ക് നിന്റെ ദേവികയെ കുറിച്ച് മാത്രമേ ഉള്ളൂ അല്ലടാ ചിന്ത. പാവ ഇസബെല്ല എല്ലാം ചെയ്തു തരണം. ഇസബെല്ലയ്ക്ക് ഒരു പരിഗണന അംഗീകാരം കൊടുക്കാനും പാടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ദേവികയെ വിളിച്ചു പറ. MLA അല്ലേ, നിന്റെ ഭാര്യയല്ലേ, ദേവിക ഇറക്കട്ടെ ഗിരീഷേട്ടനെ. അതിന് ബുദ്ധിമുട്ടാണല്ലേ? ഇസബെല്ല അമ്മ പാവം, ഒരു മണ്ടി. നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരാൻ ഉടനെ ചാടി അങ്ങ് പുറപ്പെടും. എടാ നന്ദ, ഞാൻ എൻ്റെ ഒരു തോന്നൽ പറയട്ടെ. എന്താ? നമ്മൾ ആരും പറയാതെ തന്നെ ബെല്ല ഈ കേസിൽ ഇടപെടും. നിന്റെ അളിനെ പുറത്തിറക്കുകയും ചെയ്യും. ഗിരീഷേട്ടന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ബെല്ല ഇടപെടും. എടാ, നീ എന്ന് വെച്ചാൽ ജീവനാടാ അവക്ക്. നിന്റെ കാലിലൊരു മുള്ളുകൊണ്ട് അവൾ സഹിക്കില്ല. നിന്റെ മനസ്സൊന്ന് കലങ്ങിയാ പിന്നെ അവൾ ഉറങ്ങില്ല. കോളേജ് കാലം മുതൽ അവളുടെ ചിന്തയിൽ ഒരൊറ്റ പേരേ ഉള്ളൂ, നന്ദൻ. ഞാനവളെ വിളിക്കാം, പക്ഷേ വിളിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അവളുടെ ആവശ്യമായിട്ട് കണ്ട് അവൾ ഇതിലിടപെട്ടിരിക്കും.